സംസ്ഥാന ബജറ്റിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സ്മാരകം പ്രഖ്യാപിക്കാത്തതിൽ വിവാദം കൊഴുക്കുകയാണ്. വി.ഡി. സതീശൻ സർക്കാരിന്റെ കന്നി ബജറ്റിൽ കോൺഗ്രസിന്റെ അതികായനും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയുടെ പേരിലൊരു സ്മാരകം പ്രഖ്യാപിക്കുമെന്നതായിരുന്നു ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവരും കോൺഗ്രസ് അണികളും കരുതിയിരുന്നത്. മറ്റ് പലരുടെയും പേരിൽ സ്മാരകങ്ങൾ പ്രഖ്യാപിച്ചപ്പോഴും ഉമ്മൻചാണ്ടിയുടെ പേരിൽ സ്മാരകം പ്രഖ്യാപിക്കാതെ വന്നതാണ് പാർട്ടി അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും കടുത്ത നിരാശയും അതൃപ്തിയും ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ മുൻ മന്ത്രി കെ.ആർ. ഗൗരിയമ്മ, നടൻ സലീം കുമാർ, ഗായകൻ ഉമ്പായി എന്നിവരുടെ പേരിൽ സ്മാരകങ്ങളും സാംസ്കാരിക സ്ഥാപനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ജോൺസൺ മ്യൂസിക് അക്കാദമിയും ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സ്മാരകമായി ഒരു സാംസ്കാരിക കേന്ദ്രവും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രഖ്യാപനങ്ങളോടൊന്നും തങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ലെന്നും എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലും സമാനമായ ഒരു പ്രഖ്യാപനം സ്വാഭാവികമായും പ്രതീക്ഷിച്ചിരുന്നു എന്നുമാണ് ഉമ്മൻചാണ്ടിയോട് മാനസികമായ അടുപ്പം കാത്തുസൂക്ഷിക്കുന്ന വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഉമ്മൻചാണ്ടി അന്തരിച്ച് 3 വർഷത്തോളമായിട്ടും അദ്ദേഹത്തിന്റെ സംഭാവനകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഔദ്യോഗിക സ്മാരകത്തിനായി കൃത്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരെന്ന പേരിൽ പാർട്ടിയിൽ പ്രമുഖ സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വന്ന മന്ത്രിമാരായ ടി സിദ്ദിഖ്, പി.സി. വിഷ്ണുനാഥ്, കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എന്നിവർ ഈ വിഷയത്തിൽ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തിയില്ലെന്ന വിമർശനവും പാർട്ടിയിലെ ഒരു വിഭാഗം അണികൾ ഇപ്പോൾ ശക്തമായി ഉയർത്തുന്നുണ്ട്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും മറ്റ് പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിരിക്കുന്നത് ബോധപൂർവമായ അവഗണന തന്നെയാണെന്നാണ് വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നത്. അടുത്ത കാലത്ത് അന്തരിച്ച സിനിമാ താരം സലീം കുമാറിന്റെ പേരിൽ ബജറ്റിൽ സ്മാരകം പ്രഖ്യാപിച്ചിരുന്നു. എന്നിട്ടും ഉമ്മൻചാണ്ടിക്ക് സ്മാരകമില്ല എന്നതാണ് ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബവും കടുത്ത അതൃപ്തിയിലുമാണ്. അതിനിടയിലാണ് കോൺഗ്രസ് കൈവിടുമ്പോൾ യു.ഡി.എഫിനേക്കാൾ പരിഗണന തങ്ങൾ ഉമ്മൻചാണ്ടിക്ക് നൽകിയെന്ന എൽ.ഡി.എഫ് പ്രചാരണം വരുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ ജന്മനാടായ പുതുപ്പള്ളിയിൽ എൽ.ഡി.എഫ് പണി കഴിപ്പിച്ച മിനി സിവിൽ സ്റ്റേഷൻ ചർച്ചയാവുകയാണ്. പുതുപ്പള്ളി പഞ്ചായത്തിലെ പ്രധാന റോഡും ഉമ്മൻചാണ്ടിയുടെ നാമോദയത്തിലാണ് അറിയപ്പെടുന്നത്. ഔദ്യോഗികമായി സ്മാരക പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടായില്ലെങ്കിലും തന്റെ പിതാവിന്റെ പൈതൃകം ജനഹൃദയങ്ങളിൽ നിലനിർത്താൻ മകനും എം.എൽ.എയുമായ ചാണ്ടിയുമ്മൻ ഉറച്ചു തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്മാരകം നിർമ്മിക്കാനാണ് പദ്ധതി. ഇൻഷുറൻസ് പദ്ധതി തന്നെ തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗം മാത്രമാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. വിഷയത്തിൽ പ്രതികരിച്ച് ചാണ്ടിയുമ്മനും രംഗത്തെത്തി. സർക്കാർ തീരുമാനത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും ജനങ്ങൾക്ക് അത്തരം ആഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നുമായിരുന്നു ചാണ്ടിയുമ്മൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനായി അനുയോജ്യമായ ജീവിക്കുന്ന സ്മാരകം നിർമ്മിക്കുമെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. ഇതിനർത്ഥം പിതാവിനൊരു സ്മാരകം ഉണ്ടാകുമെന്ന് അദ്ദേഹവും പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെ. ഉമ്മൻചാണ്ടിക്ക് സ്മാരകം പണിയുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പരിശോധന നടത്തുമെന്നാണ് തന്റെ വിശ്വാസം എന്നതായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. ഇതോടെയാണ് അതുവരെ അങ്ങിങ്ങി മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന അമർഷങ്ങൾ ചർച്ചകളായി സോഷ്യൽ മീഡിയയിലടക്കം കത്തിപ്പടർന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളായിരുന്നു. ആ പൈതൃകം മുൻനിർത്തി വോട്ട് തേടി അധികാരത്തിൽ വന്നിട്ടും ബജറ്റിൽ അദ്ദേഹത്തിനായി ഒരു സ്മാരകം പോലും വിഭാവനം ചെയ്യാത്തത് നീതീകരിക്കാനാവില്ലെന്ന് പാർട്ടി വൃത്തങ്ങൾ പോലും കുറ്റപ്പെടുത്തുന്നു. കുറ്റപ്പെടുത്തലുകളെല്ലാം നീളുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശനിലേക്ക് തന്നെയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപേ പുതുപ്പള്ളി പള്ളിയിലെ സെമിത്തേരിയിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രചാരണത്തിനിറങ്ങി വോട്ട് വാങ്ങി ജയിച്ച കോൺഗ്രസ് നേതാക്കൾക്കും മറുപടിയൊന്നുമില്ലേ എന്ന് പ്രവർത്തകർ ചോദിച്ചാൽ കുറ്റം പറയാനാകുമോ? ഇതിനിടയിൽ എരുതിയിൽ എണ്ണയൊഴിക്കാൻ പ്രതിപക്ഷം മറന്നിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ പേരിൽ സ്മാരകം പ്രഖ്യാപിക്കാത്തതിലൂടെ കോൺഗ്രസിന്റെ നിലപാടാണ് വ്യക്തമാകുന്നതെന്ന് CPIM പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി സുഭാഷ് പി. വർഗീസ് പറയുന്നു. ഉമ്മൻചാണ്ടിക്ക് ആദ്യമായി സ്മാരകം പണിയുന്നത് പിണറായി സർക്കാരാണെന്നാണ് ഇടതുവാദം. പുതുപ്പള്ളിയിൽ ഒരു മിനി സിവിൽ സ്റ്റേഷൻ വേണമെന്ന് തീരുമാനിച്ചപ്പോൾ അതിന് ഉമ്മൻചാണ്ടിയുടെ പേരിടാൻ അന്നത്തെ LDF ഭരണസമിതി തീരുമാനിച്ചിരുന്നു. അതിന് അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ട് 50 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്ത് 75 ലക്ഷം രൂപയും അനുവദിച്ചു. അതിന്റെ പണി പൂർത്തിയാകാറായി. ഇതിനു പുറമെ പുതുപ്പള്ളിയിൽ ഒരു റോഡിനും അദ്ദേഹത്തിന്റെ പേര് നൽകിയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചുരുക്കത്തിൽ ഉമ്മൻചാണ്ടി എന്ന ജനനായകന്റെ പൈതൃകത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിലും കേരള രാഷ്ട്രീയത്തിലും പുകയുന്ന അതൃപ്തി വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന
സൂചനയാണ് ബജറ്റുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾ നൽകുന്നത്. ഉമ്മൻചാണ്ടിയുടെ ജനപ്രീതിയും ഭരണ നേട്ടങ്ങളും മുൻനിർത്തി ജനവിധി തേടി അധികാരത്തിലെത്തിയ ഒരു സർക്കാർ അദ്ദേഹത്തിന് അർഹമായ ഔദ്യോഗിക പരിഗണന നൽകിയില്ലെന്ന ആക്ഷേപം വി.ഡി. സതീശൻ സർക്കാരിന് രാഷ്ട്രീയമായ വലിയ പ്രതിരോധം തീർക്കുന്നുണ്ട്. കോൺഗ്രസ് അണികൾക്കിടയിലെ ഈ നിരാശയെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് LDF നടത്തുന്ന രാഷ്ട്രീയ പ്രചാരണങ്ങൾ UDFന് ഇരട്ടി പ്രഹരമാണ്. എങ്കിലും ഔദ്യോഗിക സ്മാരകങ്ങളുടെ അഭാവത്തിലും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഉയരാൻ പോകുന്ന ജീവിക്കുന്ന സ്മാരകം അദ്ദേഹത്തിന്റെ ഓർമ്മകളെ ജനമനസ്സുകളിൽ നിലനിർത്തുമെന്ന ചാണ്ടിയുമ്മന്റെ വാക്കുകൾ അണികൾക്ക് പ്രതീക്ഷ നൽകുന്നു. വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ ഒഴിവാക്കാനും ജനവികാരം തണുപ്പിക്കാനും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ വിഷയത്തിൽ എന്ത് തിരുത്തൽ നടപടിയോ വിശദീകരണമോ നൽകുമെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ജനങ്ങളുടെ ഹൃദയത്തിൽ സ്മാരകം തീർത്ത ഒരു നേതാവിന് ഭരണകൂടത്തിന്റെ ഔദ്യോഗിക അംഗീകാരം കൂടി വേണമെന്നത് വെറുമൊരു സ്മാരക നിർമ്മിതിക്കപ്പുറം വലിയൊരു രാഷ്ട്രീയ അന്തസ്സിന്റെ പ്രശ്നമായി കോൺഗ്രസിനുള്ളിൽ അവശേഷിക്കുകയാണ്.